പ്രിയപ്പെട്ട ഹണി റോസിനോട് സൂചിപ്പിക്കാനുള്ളത്, താങ്കളുടെ പരാതിയുടെ ഗൗരവവും അതിലെ സത്യമില്ലായ്മയും താങ്കൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദയവായി ഓർക്കുക, ഹണി റോസ് പറഞ്ഞത് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നാണ്. ആ വാക്കിന് വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ്. ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ്. എന്നിട്ട് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണി റോസിനെ ആത്മഹത്യയുടെ വക്കിലേക്ക് തെല്ലുവിടുന്നു എന്നാണ് അവരുടെ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നത്. എത്ര ഗൗരവമുള്ള വാക്കുകളാണ് അതെന്നും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള താൽക്കാലികമായ സമീപനമായിരിക്കാം. എനിക്കത് കിട്ടിയതിൽ എനിക്കത് വലിയ ആശ്വാസമുണ്ട്. കാരണം ഇന്നലെ കൂടെ ബഹുമാനപ്പെട്ട യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് എടുത്തു എന്നാണ് മാധ്യമങ്ങളിൽ കണ്ട വാർത്ത. DGPയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ശ്രീ ഷാജറിനെ പോലെ വളരെ എല്ലാവരും അറിയുന്ന ആദരിക്കുന്ന ഒരു യുവ നേതാവാണ് യുവജന കമ്മീഷൻ നയിക്കുന്നത്. സതീദേവി മാഡത്തെ പോലെ വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്ന്, രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടെന്നും കേസെടുക്കണമെന്നും പറയുന്നു. പലപ്പോഴും യുവജന കമ്മീഷനോടൊക്കെ എനിക്ക് സംസാരിക്കാനും ചോദിക്കാനുള്ളത്, എന്റെ ഭാഗം കൂടെ കേൾക്കണ്ടേ? ദിശ എന്ന് പറയുന്ന ഒരു സംഘടന അവർക്ക് പരാതി നൽകി. എനിക്ക് പറയാനുള്ള കാര്യം കൂടി അവർക്ക് കേൾക്കാനുള്ള ഒരു കാര്യം വേണ്ടേ? ഞാൻ യുവജന കമ്മീഷനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. അതായത് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ശ്രീ RD രാജേഷ് യുവജന കമ്മീഷന്റെ ചെയർമാനായിരിക്കുമ്പോൾ അതിന്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സ് അതിനെ നയിച്ചിരുന്നത് ഞാനാണ്. എന്റെ പേര് പോലും എടുത്തത് ഞാനാണ്. യൂത്ത് ഡിഫൻസ് ഫോഴ്സും ഇപ്പോഴും അതേ പേര് തന്നെയാണ് യുവജന കമ്മീഷൻ തുടങ്ങുന്നത്. അപ്പോ എന്റെ മറുപടി എന്താണ് എന്ന് കേൾക്കാനുള്ള ഒരു സൗമനസ്യവും സാവകാശവും പോലും എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷെ ഹണി റോസിനോട് ഒരു കാര്യം കൂടി, കേരള സമൂഹത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള നീക്കങ്ങൾ ഹണിയുടെ ക്രെഡിറ്റ് തന്നെയാണ്. അതിന് ഹണിക്ക് ആദരവർപ്പിക്കുന്നു. പക്ഷെ നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ അതേപോലെ നിലനിൽക്കും. ഹണി റോസിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെയുള്ള നിലപാടിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരാൾ പോലും എതിരെ നിൽക്കുമെന്ന്. അത് തീർച്ചയായും ശരിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ശ്രീ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ളവർ ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. ഹൈക്കോടതിയുടെ അടക്കം ശക്തമായ നിർദ്ദേശവും മറ്റുമുണ്ട്. ആ ബോച്ചെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വേണ്ട എന്നുള്ള ഹണി റോസിന്റെ നിലപാടിനോടൊപ്പമാണ് എല്ലാവരും.